അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. മതിയോ? അല്ലാഹ് പറഞ്ഞത് വഇദാ ഹുയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ. നിങ്ങൾക്കാരെങ്കിലും ഇങ്ങോട്ട് അസ്സലാമു അലൈക്കും എന്ന് തഹിയ്യത്ത് പറഞ്ഞാൽ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ, അതിന് കുറെ കൂട്ടി നന്നാക്കിയിട്ട് പറയണം. ആര് പറഞ്ഞാണ്? ഖാദിയാറല്ല, അള്ളാഹു പറയാണ്. അള്ളാഹ് പറഞ്ഞവന് എല്ലാവർക്കും ബാധകമാണല്ലോ. അതാണ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് വലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇത്ര പറഞ്ഞാൽ അള്ളാഹ് പറഞ്ഞ കൽപ്പന നമ്മൾ അനുസരിച്ചവരാവുകയുള്ളൂ. അപ്പോൾ ഒന്നും കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളെല്ലാവരും ഒന്നായത് കൊണ്ട് പറയാണ്. നിങ്ങളൊന്ന് വേറെ, ഞാൻ ഒന്ന് വേറെയില്ല, നമ്മളെല്ലാവരും ഒന്നാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ കരുതിയാലേ നമ്മൾ വിജയിക്കുള്ളൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. സദഖല്ലാഹു മൗലാനൽ അലിയ്യുൽ അദീം. من يعش منكم بعدي فسيرى اختلافا كثيرا فعليكم بسنتي وسنة الخلفاء الراشدين المهديين وتمسكوا بها وعضوا عليها بالنواجذ. صدق رسول الله صلى الله عليه وسلم. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا محمد وبارك وسلم عليه. ഏറ്റവും ബഹുമാനവും സ്നേഹ ആദരവുകളും നിറഞ്ഞ ഈ വേദിയുടെ അധ്യക്ഷൻ, വെളുത്തങ്കടി താലൂക്ക് സുന്നി സംയുക്ത ജമാഅത്തിൻ്റെ പ്രഗത്ഭനായ പ്രസിഡന്റ്, കർണാടക ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗം, ബഹുമാനപ്പെട്ട സയ്യിദുന തങ്ങളവറുകൾ, ഖാദി ഇർഫാൻ്റെ നേതൃത്വം സയ്യിദ് ഫضൽ ജമലൈൽ തങ്ങൾ, മറ്റ് സദാത്തുക്കൾ, കേന്ദ്ര മുഷാവറ അംഗമായ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് കൂടിയായ ഖാസിം ഉസ്താദ്, ഹൈദർ മദനി ഉസ്താദ്, മറ്റ് മുഷാവറ അംഗങ്ങളായ ഉലമാക്കൾ, സംയുക്ത ജമാഅത്തിൻ്റെ കരുത്തരായ ഉമറ ഉലമ നേതാക്കൾ, ഇവിടെ ഖാദി ബയ്യത്ത് ചെയ്യാൻ വേണ്ടി എത്തിയ മഹല്ലത്തിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി, ആ മഹല്ലിൻ്റെ ഒന്നരായ ഖതീബ് ഉസ്താദുമാർ, ഈ നല്ല സദസ്സിൽ കൂടാൻ ഒരു ഭാഗ്യം ലഭിച്ച നല്ലവരായ സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസികൾ, അള്ളാഹു നമുക്കെല്ലാം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഖിദ്മത്തിലായി, അവൻ്റെ പൊരുത്തത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ്സ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ചെറിയ സന്ദേശ പ്രസംഗം മാത്രമേ നടത്തുന്നുള്ളൂ. ബഹുമാനപ്പെട്ട നമ്മുടെ നേതൃത്വം സയ്യിദുൽ ഉലമ ശൈഖുന ഉസ്താദ് അവർകൾ ആധികാരികമായി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഇപ്പോഴിവിടെ എത്തും. ഉസ്താദ് വന്ന് കയറുമ്പോൾ എൻ്റെ സന്ദേശ പ്രസംഗം നിർത്തും. വേഗം വരട്ടെ എന്ന് എല്ലാവരും ദ്വാരക്കാം, വേഗം നിർത്തും. ഉസ്താദിന് വേഗം എത്താൻ വേണ്ടി അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.
അപ്പം നിങ്ങൾ വേഗം എത്താൻ വേണ്ടി വരുന്ന പോലെ ആയി. ഇൻഷാ അല്ലാഹ് ആയി. വെളുത്തങ്കടി താലൂക്കിലെ സുന്നി ഉമ്മത്തിന് ഇന്ന് വലിയ ഒരു ആഘോഷ പെരുന്നാൾ ദിനം. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ വലിയൊരു അനുഗ്രഹത്തിന് നിങ്ങളെല്ലാവരും അള്ളാഹുവിനോട് വലിയ നന്ദിയുള്ളവരാവണം. എന്താണ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ നിഅമത്ത്? ഈ നാട്ടിലെ ബഹുമാനപ്പെട്ട സാദാത്ത് തങ്ങൾ അവർ നമ്മുടെ വേദിയിലേക്ക് കടന്നു വന്നു. ഇരിക്കെ ഈ സംയുക്ത ജമാഅത്തിൻ്റെ ദീനിയായ നേതൃത്വം, നിങ്ങൾ ഓരോ മഹല്ലത്തിന് നേതൃത്വങ്ങളുണ്ട്. അതാണ് നാട്ടിലെ ഉമറാക്കൾ, ഉലമാക്കൾ. ഈ ഉലമാഇനെയും ഉമറാഇനെയും മുഴുവനും നിയന്ത്രിക്കാനുള്ള ഒരു വലിയ ഹൈ പവറുള്ള ഒരു നേതൃത്വമാണ് ഖാളി എന്ന് പറഞ്ഞാൽ. ഒരു ജമാഅത്തുകാരി വെളുത്തങ്കടി താലൂക്കിലല്ല, സംശയം വേണ്ട, മംഗലാപുരത്തിൻ്റെ പരിസരത്തുള്ളൊരു മഹല്ല്. ആ ജമാഅത്തിൻ്റെ നേതാക്കൾ എന്നോട് വിളിച്ചു ചോദിക്കുന്നൊരു മസല, ഖാളിയാക്കിയെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടി വല്ല മസലയുണ്ടാകും. ഖാളിയാറെ ഒഴിവാക്കാൻ വേണ്ടി എന്തെങ്കിലും മസലയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പിന്നെ എല്ലാവർക്കും അറിയുന്ന നിങ്ങളെ നാട്ടിലുള്ള ഒരു പാവപ്പെട്ട മനുഷ്യൻ നിലക്ക് എല്ലാവരും എന്നെ വിളിക്കും. അപ്പം ഞാൻ പറഞ്ഞു, ഖാളിനെ ഒഴിവാക്കാൻ മസലയുണ്ട്, അതെന്നെ ഉസ്താദ് ഞങ്ങൾക്ക് വേണ്ടിയെന്ന് പറഞ്ഞു. ഒരു ഗ്രാഹത്തായി. വേറെ ഉസ്താദ്മാരൊക്കെ ചോദിച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു, ഖാളിനെ ഒഴിവാക്കാൻ മസലയുണ്ട് എന്ന് പറഞ്ഞു. സാർ അതെന്നെ ഞങ്ങൾക്ക് വേണ്ടിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയട്ടാ, ആയിക്കോട്ടെ, ഫോണിലാണ്. ഖാളിനെ ഒഴിവാക്കാനുള്ള മസല ഖാളി ആക്കാതിരിക്കുക. ഖാളിനെ ഒഴിവാക്കാനുള്ള മസല ഖാളി ആക്കാതിരിക്കുക. അപ്പൊ രണ്ടാമതൊരു ചോദ്യം, ആക്കിയിട്ട് കുടുങ്ങീനി അതിനെ ഇല്ലാതാക്കാൻ. അത് ശരി. അപ്പൊ ഖാളി ആക്കിയത് നിങ്ങൾ കുടുങ്ങാൻ വേണ്ടിയിട്ടാണോ അല്ല രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണോ? ഞാൻ ചോദിച്ചു. രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളെ ഖാളിക്ക് നിങ്ങളെ ആഖിറത്തിൽ രക്ഷപ്പെടുത്താനുള്ള കഴിവില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? മറുപടിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളെ കുടുക്ക് ദുനിയാവിന്റെ വിഷയത്തിൽ ആയിരിക്കും അല്ലേ? അതെ ഉസ്താദ്, സമം. അപ്പൊ നിങ്ങൾ ഖാളിയാക്കിയത് ദുനിയാവിന്റെ ലാഭത്തിനോ രക്ഷക്കോ വേണ്ടിയല്ല, നിങ്ങൾ ആഖിറം രക്ഷപ്പെടാൻ. ഒരു ജമാഅത്ത് കമ്മിറ്റി ഒരു വലിയില്ലാത്ത പെണ്ണ് മകള്, ആ പെണ്ണിനൊറ്റ വലിയുമില്ല, അഥവാ ആ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി അർഹതയുള്ള ശരീഅത്തിന്റെ നിയമമനുസരിച്ചിട്ടുള്ള ഒരാളും ഇല്ല. അപ്പോ ഖതീബിനോട് പറഞ്ഞു, ജമാഅത്ത് കമ്മിറ്റി കൂടിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ഖാളിയില്ല, ഖാളിന്റെ സ്ഥാനത്ത് നിങ്ങളാണ്, അതുകൊണ്ട് നിങ്ങൾ നിക്കാഹി കൊടുക്കണം. ആര് പാസ്സാക്കുന്ന? കമ്മിറ്റി പാസ്സാക്കുകയാണ്. നമ്മളെ നാട്ടിൽ ഖാളിയില്ല, ഖാളിന്റെ സ്ഥാനത്തുള്ള ഖതീബാണ് നിങ്ങൾ. അലി നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ എന്നെ ഇപ്പൊ ആക്കുമ്പോൾ ഞാൻ കുറച്ച് വലുതായി, എടുത്തോളം ഞാൻ ഒരു ഖതീബായി. ഇപ്പൊ ഖതീബിന്റെ സ്ഥാനത്തുള്ള ഖാളിയും കൂടി ആയല്ലോ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഞാൻ ഖാളി എന്നാവും.
അതൊരു സമാധാനമല്ലേ? പക്ഷെ ആലിമീങ്ങൾ അതിന് നിൽക്കൂല. അള്ളാഹു കാക്കട്ടെ. ബഹുമാനപ്പെട്ട ജമാഅത്തിന്റെ പ്രസിഡന്റുമാർ, നേതാക്കളാണ് ഈ ഇരിക്കുന്നത്. ഇവിടെ ജമാഅത്തിന്റെ ഈ തീരുമാനം 100% തെറ്റാണ്. ഇവിടെയാണ് ബഹുമാനപ്പെട്ട ഉമറാക്കളെ, കമ്മിറ്റിന്റെ പ്രസിഡന്റുമാരെ, സെക്രട്ടറിമാരെ, നിങ്ങൾ ആഖിറത്തിൽ രക്ഷപ്പെടാൻ ഇവിടെ ഒരു ഖാദി ഉണ്ടെങ്കിൽ ജമാഅത്തിനിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങളുടെ ഈ തീരുമാനം അനുസരിച്ച് ആ നാട്ടിലെ മഹല്ലിലെ ഖതീബ്, ഒരുപക്ഷെ വേണ്ടത്ര ചിന്തിക്കാൻ ആ സമയത്ത് സമയം കാണാത്ത ഖതീബ്, കമ്മിറ്റിന്റെ തീരുമാനമല്ലേ, എനിക്കത് സ്വീകരിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ, എനിക്ക് ശമ്പളം തരുന്ന ജമാഅത്ത് അല്ലേ, എനിക്ക് ഭക്ഷണം തരുന്ന ജമാഅത്തല്ലേ, ഇനി തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹ് അവരോട് ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഖതീബ് ഏറ്റെടുത്ത് നിക്കാഹ് നടത്തിയാൽ ആ നിക്കാഹ് സഹീഹ് അല്ല. ആ നിക്കാഹ് സഹിഹാവാതിരിക്കുമ്പോൾ അവർ തമ്മിൽ ബന്ധപ്പെടുന്ന വ്യഭിചാരമാണ്, സിനയാണ്. അതിലുണ്ടാകുന്ന മക്കൾ ജാരസന്തതികളാണ്. ഇതിനാരുത്തരവാദി? ആരാണ് ഇതിന് പേണ? ഇവിടെയാണ് ബഹുമാനപ്പെട്ട ജമാഅത്തിന്റെ ഉമറാക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ആഖിറം രക്ഷപ്പെടാനാണ് ഖാദി. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ദുനിയാവ് ഇന്നോ നാളെയായിട്ട് കഴിയും. എത്ര ആലിമീങ്ങളാണ് രാത്രി കിടന്ന് രാവിലെ ആകുമ്പോൾ മരിച്ചത്, ഉറക്കത്തിൽ തന്നെ മരിച്ചു. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖുറത്തു സാദാത്ത് അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. രാത്രി 1 മണി രാത്രി വരെ വഅദ് പറയുന്നു. ആ വഅദിൽ പറഞ്ഞത്, നാളെ ഈ സമയമാകുമ്പോ ഈ തങ്ങളും നിങ്ങളും മണ്ണിന്റെ അടിയിലുണ്ടോ മണ്ണിന്റെ മീതയുണ്ടോ നമുക്കറിയില്ല എന്ന് രാത്രി 1 മണിക്ക് പറഞ്ഞ തങ്ങള് പിറ്റേന്ന് രാത്രി 12 മണിയാകുമ്പോ മണ്ണിന്റെ അടിയിലാണ്. അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. അത് പറഞ്ഞിട്ട് എത്ര ആളുകൾ കരഞ്ഞു. ആ വഅദിന്റെ സരസിലിരുന്നവർ കരഞ്ഞുപോയി. ഇതല്ലേ ബഹുമാനപ്പെട്ട ജമാഅത്തിന്റെ ഉലമാക്കളെ, ഉമറാക്കളെ നമ്മൾ ആയുസ് 8 മണി വരെ, 8:30 മണി വരെ, 8 മണി വരെ തങ്ങൾ എത്ര റാഹത്തിലുണ്ട്. അരമണിക്കൂർ കൊണ്ട് എല്ലാം സംഭവിച്ചില്ലേ? ഉമറാക്കളെ, ഉലമാക്കളെ, ഏത് സമയത്തും നിങ്ങളും ഞാനും അല്ലാഹുവിലേക്ക് മടങ്ങി പോകേണ്ടവരാണ്. കുല്ലുൻ ഇലൈനാ റാജിഊൻ, എല്ലാവരും നമ്മളിലേക്ക് മടങ്ങി വരും. ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഇസാബഹും. അല്ലാഹു നമ്മളെ പഠിപ്പിച്ചില്ലേ? എങ്ങനെങ്കിലും ആടൽത്തിക നടത്തിയിട്ട്, എങ്ങനെങ്കിലും ഒരു കമ്മിറ്റിന്റെ ഭരണം നടത്തിയിട്ട് ഈ ലോകത്ത് ജീവിച്ചിട്ട് ആഖിറം നമുക്ക് രക്ഷപ്പെടാൻ കഴിയോ? അല്ലാഹുവിന്റെ മുമ്പിലേക്ക് എത്താൻ കഴിയോ? ഇവിടെയാണ് ഒരു ഉഖ്റവിയായ ഉലമാ ഉൾപ്പെട്ട വലിയൊരു ആലിം ഖാദിയാവണം. എന്തുകൊണ്ട് ഖാദി? അൽ ഖുദാത്തു സലാസ, 3 വിഭാഗം ഖാദിമാർ. അതിൽ 2 വിഭാഗം ഖാദിമാരും നരകത്തിലാണ്. ഒറ്റ വിഭാഗം ഖാദിമാർ മാത്രമാണ് സ്വർഗത്തിൽ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ നിങ്ങൾ ചോദിക്കൂ, സാറേ ഖാദിയും നരകത്തിലാ? യാ റബ്ബേ, ഏതാണ് 2 വിഭാഗം നരകത്തിലെ ഖാദി? ഒരു ഖാദി, അയാൾക്ക് ഇൽമില്ല. ഇൽമില്ലാത്ത ഖാദി അയാളെ ഇൽമില്ലാത്ത ജഹാലത്ത് കൊണ്ട് വിധിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഖതീബ് ഖാദിന്റെ സ്ഥാനത്ത് എന്ന് പറഞ്ഞു കൊടുത്തു. ശരിക്കും ശ്രദ്ധിക്കണം. ഇൽമില്ലാതെ ഖാദി ഫത്വ കൊടുത്തു, ആ ഖാദി നരകത്തിലാണ്. അല്ലാഹു നമ്മളെല്ലാ ആലിമീങ്ങളെയും കാക്കുമാറാകട്ടെ. രണ്ടാമത് നരകത്തിന്റെ ഖാദി ആരാണ്? ആ ഖാദിക്ക് ഇൽമുണ്ട്, പക്ഷേ ജനങ്ങളെ കാശിന് വേണ്ടി, ജനങ്ങളെ അഭിമാനത്തിന് വേണ്ടി ആ ഇൽമനുസരിച്ച് വിധിക്കാതെ ഇൽമിനെതിരായിട്ട് വിധിക്കുന്ന ഖാദിയും നരകത്തിലാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി പറഞ്ഞു. ഇത് രണ്ടും ലോകത്തുണ്ടായിട്ടുണ്ട്, ഉണ്ടാവുകയും ചെയ്യും. സംഭവിക്കാത്തൊരു കാര്യം ഹബീബായ റസൂലുള്ളാഹി ഉമ്മത്തിനെ പഠിപ്പിക്കൂല. ഒരേ ഒരു വിഭാഗം എന്ന് പറഞ്ഞത് ആരാണ്? ആ ഖാദി അല്ലാഹുവിന്റെ ദീൻ പഠിച്ച്
അല്ലാഹുവിനെ അറിയുന്ന പടച്ച റബ്ബിന്റെ കോടതിയിൽ വിശ്വാസമുള്ള, എന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് പേടിയുള്ള, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹുവിന്റെ അടിമകളിൽ നിന്ന് അല്ലാഹുവിനെ പേടിക്കുന്നവർ, അല്ലാഹുവിനെ പറ്റി അറിയുന്നവർ മാത്രമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ആ നിലക്കുള്ള ഒരു ആലിമാണ് ഖാദി. ആ അല്ലാഹുവിനെ അറിയുന്ന ആലിമായ ഖാദി, ദീനിന്റെ മുഴുവൻ വിഷയങ്ങളും അറിയുന്ന ഖാദി, ആ ഖാദി ദീനനുസരിച്ചിട്ട് മാത്രം വിധിക്കുന്നു. അങ്ങനെയുള്ള ഖാദിമാർ മാത്രമാണ് സ്വർഗത്തിൽ. 2 വിഭാഗവും നരകത്തിലെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കൊണ്ടല്ലേ നമ്മുടെ പൂർവികന്മാരായ മഹത്തുക്കള് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോട് ഖാദിയാകാൻ പറഞ്ഞപ്പോ അബൂ ഹനീഫ ഇമാം പറഞ്ഞു, ഞാൻ ആ പണിക്കില്ല. ഞാൻ സത്യം പറയുന്ന ഒരാളാണോ എങ്കിൽ ഞാൻ ഖാദിക്ക് പറ്റൂല. എന്തേ? സത്യം പറഞ്ഞാൽ നിങ്ങൾക്കത് പറ്റൂല, അപ്പൊ ഖാദിക്ക് ഞാൻ പറ്റൂല. ഇനി കളവ് പറയുന്ന ആളാണെങ്കിലോ തീരെ പറ്റൂല. അപ്പൊ 2 നിലക്കും ഖാദിക്ക് ഞാൻ പറ്റൂല, ഞാൻ ഖാദിയാകുന്നില്ല. അവിടുത്തെ ഭരണാധികാരി പറഞ്ഞു, നിങ്ങൾ ഖാദിയാകുന്നില്ലെങ്കിൽ നിങ്ങളെ കമീസൊക്കെ മാറ്റിയിട്ട് ഒരു അരമുണ്ട് മാത്രം കൊടുത്തിട്ട് നിങ്ങളെ കത്തന്റെ മേലി, കത്തക്കത്ത് പറഞ്ഞ കത്തേ തന്നെ, കത്തന്റെ മേലിൽ കയറ്റിയിട്ട് പബ്ലിക്കിന്റെ മുമ്പിൽ ചാറ്റുവാറ് കൊണ്ട് 40 അടി നിങ്ങൾക്ക് അടിച്ചിട്ട് നിങ്ങളെ കൊണ്ടുപോകും. അബൂ ഹനീഫ ഇമാം പറഞ്ഞു, 40 കൊണ്ട് തീരുമല്ലോ? പിന്നെ ഇല്ലല്ലോ. അരമുണ്ട് ദുനിയാവിൽ മാത്രല്ലേ, ആഖിറത്തിലില്ലല്ലോ. ശാശ്വതമായ ജീവിതം ആഖിറത്തിലല്ലേ. ഇവിടെ ഒരു ദിവസം കൊണ്ടുപോയിക്കോ, ഒരു 10 ദിവസം കൊണ്ടുപോയിക്കോ, 40 അല്ലെങ്കിൽ 80 അടിച്ചോ, അത് അബൂ ഹനീഫ സഹിച്ചോളാം. ആ ആഖിറം എനിക്ക് സഹിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ ഖാദി പട്ടത്തിനില്ല. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു മുതആലിമീങ്ങൾക്കറിയാം, യഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞില്ലേ, അന്നത്തെ ആലിമീങ്ങൾ ഈ സ്ഥാനത്തിനെ തൊട്ട് ഹാരിബായിരുന്നു, ഹറബാന്റെ ഹാരിബ്. ഇന്നോ താലിബീങ്ങളായിട്ട് മാറി. അന്നത്തെ ഹാരിബ്, ഇന്നത്തെ താലിബ്. വായിച്ചില്ലേ യഹ്യാ ഉലൂമുദ്ദീനിൽ? വായിച്ചില്ലേ ആലിമീങ്ങളെ? അന്ന് ആ സ്ഥാനം കാണുമ്പോ ഓടിയതാണ്, ഇന്ന് ആ സ്ഥാനം ഇങ്ങോട്ടോടാണ്. മനസ്സിലായില്ലേ? കിതാബിലുള്ളതാണ്, എന്റെ തറവാട്ട് സ്വത്തല്ല. എനിക്കൊന്നും മണ്ണു പറയാൻ കഴിയില്ല. ഇവിടെ വലിയ വലിയ ആലിമികളാണ് ഉള്ളത്. എന്നെക്കാൾ മുമ്പേ ദർസ് നടത്തുന്ന ആലിമികളാണ് ഇവിടെ ഉള്ളത്. അന്ന് ഈ സ്ഥാനം കാണുമ്പോൾ അങ്ങോട്ട് ഓടി, ഈ സ്ഥാനം വേണ്ട വേണ്ട എനിക്ക് തരണ്ട, എന്റെ തലക്കിടണ്ട. ഇന്നോ ഞാൻ ആവേലേ? അല്ല, ഞാൻ ആവേലേ? അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ ആലിമീങ്ങളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ നേതൃത്വങ്ങളെ കാക്കട്ടെ. റബ്ബേ, ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയാത്തതൊന്നും ഈ ഭൂമിയിൽ ഞങ്ങളെ തലക്കിട്ട് ആഖിറത്തിൽ ഞങ്ങൾക്കൊന്നുമില്ലാതെ ഇയാളല്ലേ നമ്മളെ ഖാദിയായിരുന്നത്, ഇയാളല്ലേ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ആ നരകത്തിൽ വെച്ച് ഫയഖൂലു യാ ഖൗമി ബലാ ലാകിന്നനി മാ കുന്തു ബിൽ ഇൽമിൽ മുകറമി ആമിലാ എന്ന് പറയുന്ന നിലക്ക് ഞങ്ങളെ നീ നശിപ്പിക്കല്ലേ അല്ലാഹ്. ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയാത്തൊരൊന്നും റബ്ബായ നീ ഞങ്ങളെ പെരടിയിൽ തരല്ലേ അല്ലാഹ്, ആഗ്രഹം തരല്ലേ അല്ലാഹ്. നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഈ ദുനിയാവിന്റെ ഒരു പദവിയും ഞങ്ങളെ തലയിലിട്ട് ഈ ദുനിയാവിൽ താൽക്കാലികമായ ഒരു പേരും പെരുമയുണ്ടായി ആഖിറം നഷ്ടപ്പെടുന്ന കൂട്ടത്തിൽ ഞങ്ങൾ ആരെയും നീ പെടുത്തല്ലേ അല്ലാഹ്, ഞങ്ങൾ ആലിമീങ്ങളെ പെടുത്തല്ലേ അല്ലാഹ്. നിങ്ങൾ കണ്ടില്ലേ, ഫയജീഹു മൻ ഫിന്നാരി യസ്അലു അമാ ഖദ് കുൻത തഅമുറുനാ വതൻഹാ മുഖ്ബിലാ. നരകത്തിലുള്ള മറ്റുള്ളവർ ചോദിക്കുകയാണ് ഈ മൊയിലാരോട്, ഈ ഖാദിയാരോട്, ഫയജീഹു മൻ ഫിന്നാരി യസ്അലു അമാ ഖദ് കുൻത തഅമുറുനാ വതൻഹാ മുഖ്ബിലാ. നീ ഞങ്ങളെ വലിയ ഉപദേശിക്കുന്ന ആളും വലിയ നേതാവും തിന്മനെ വിരോധിക്കുന്ന ആളുകളാക്കിയിട്ട് ദുനിയാവിൽ ഞങ്ങളെ മുമ്പിൽ വലിയ ആളായി നടന്നാളല്ലേ, നിങ്ങൾ എന്താ ഇപ്പൊ ഞങ്ങളെക്കാൾ മോശപ്പെട്ട നരകത്തിലെത്തിയത്? ഞങ്ങൾക്ക് ഇത്ര വിഷമമില്ലല്ലോ നരകത്തിൽ. അവരെ പള്ളകളിങ്ങനെ വെറുത്തു. ഈ ഭൗതികമായ
ക്യാഷ്, ഇവിടുത്തെ പൈസ, ഇവിടുത്തെ ഹലാക്കിന്റെ കവർ ഇത് വാങ്ങി ഈ പണ്ഡിതൻ ഈ ഭൂമി ലോകത്ത് ജീവിച്ചു. അവന്റെ പള്ള ഇങ്ങനെ വീർത്തു വീർത്തു. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഹറാമിന്റെ ഒരു ഫിൽസ് അല്ലാഹു നമ്മളെ പള്ളയിൽ കടത്താതിരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, വളരെ 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 ജാഗ്രതയാക്കണം. ഈ ദുനിയാവ് നമ്മളെ നശിപ്പിക്കും. ഈ ദുനിയാവിന്റെ സ്ഥാനമാനങ്ങൾ നമ്മൾ നശിപ്പിക്കും. ഈ ദുനിയാവിന്റെ സമ്പത്ത് നശിപ്പിക്കും. അതാണ് മഹാനായ സയ്യിദുനാ മുർഷിദുനാ താജുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ പറഞ്ഞ് ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. എടാ, കാശിന്റെ പിന്നാലെ പോകണ്ടടാ, കാശിന്റെ പൈസന്റെ പിന്നിൽ പോകണ്ടടാ. പൈസ വരുവടാ പോവടാ. എന്റെ ഈ കിടക്കുന്ന ഈ ബെഡിന്റെ അടിയിൽ ഉണ്ടടാ പൈസ, എത്ര ഉണ്ടടാ? ഇവിടുന്ന് ഓരോരുത്തർക്കും വാരി വാരി കൊടുക്കടാ. ഞാനത് എണ്ണി വെക്കലില്ലടാ, എനിക്കത് വേണ്ടടാ. ഞാൻ പൈസക്ക് ഉള്ളവനല്ലടാ. ഒരു പണക്കാരന്റെ മുമ്പിൽ ഞാൻ പോയിട്ടില്ലടോ. മഹാനായ താജുൽ ഉലമ ഇടക്കിടക്കിടക്ക് ഞങ്ങളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. അല്ലാഹുവേ, അവരുടെ ദറജ ഉയർത്തണേ റബ്ബേ. ആ കാണിച്ച വഴിയിൽ ഞങ്ങളെ നീ പിടിച്ചു നിർത്തണേ അല്ലാ. ഞാൻ ഓർമ്മപ്പെടുത്തി നിർത്തുന്നു, കൂടുതൽ പറയുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ ആലിമിനോട്, ഈ നേതാവിനോട്, ഈ ഖാദിനോട് ചോദിക്കുന്നു, നീ വലിയ വിരോധിക്കുന്ന ആളും വലിയ ആളുമായിരുന്നില്ലേ? നീ ഇപ്പൊ എന്തേ ഞങ്ങളെക്കാൾ മോശ നരകത്തിൽ എത്തിപ്പോയത്? ഒരു സ്ഥലത്ത് ഞാൻ താജുൽ ഉലമ എന്നോട് പറഞ്ഞു, നിങ്ങൾ കുറച്ച് പറയും, ഞാനത് കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ സരസിൽ ഈ ബൈത്ത് പറഞ്ഞിട്ട് ഞാൻ അല്പം പൊരുത്തത്തോടു കൂടി അത് പറഞ്ഞപ്പോ താജുൽ ഉലമ പൊട്ടി 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 കരഞ്ഞു. എനിക്കതിപ്പോഴും കാണുന്നു. കരഞ്ഞിട്ട് ഇങ്ങനെ മൂക്കിൽ നിന്നും കണ്ണെന്നും വെള്ളം മുരിച്ചു. അല്ലാഹുവിനെ പേടിക്കുന്നവർ അങ്ങനെയല്ലേ സഹോദരന്മാരെ? നമ്മളെ കൽബി ദുനിയാവ് കൊണ്ട് കറുത്തുപോയി. അല്ലാഹുവേ, ഞങ്ങളെ ആലിമീങ്ങളെയും ഞങ്ങളെ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണം റബ്ബേ. ദുനിയാവിന്റെ ചതിയിൽ ഞങ്ങളെ നീ നശിപ്പിക്കല്ലേ അല്ലാ. എപ്പോഴും പ്രശ്നങ്ങൾ വരുന്നപ്പോഴാ, ഒരു സ്ഥാനം നമ്മുടെ മുമ്പിൽ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. മാലിൽ പ്രശ്നം, സംഘടനയിൽ പ്രശ്നം, പ്രശ്നം വരുന്നത് എപ്പോഴാണ്? ഒരു സ്ഥാനം മുമ്പിൽ വരുമ്പോൾ ആ സ്ഥാനം അതില്ലാത്ത സമയത്തൊരു പ്രശ്നമില്ല. 10 കൊല്ലം മഹാനായ ഖുറത്ത് തങ്ങളുടെ ഖാദിയായ ഒരു വിഷയമില്ല. ഒരു സ്ഥാനം ഒഴിഞ്ഞു വരുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്താണതും അന്നും ഇന്നും വ്യത്യാസം എന്താണ്? അന്ന് വ്യത്യാസം, ആ സ്ഥാനം ഒഴിയുമ്പോൾ ഞാൻ അതിനില്ല എന്ന് പറഞ്ഞ് ഓടുന്ന ആള്, ഇന്ന് സ്ഥാനം വരുമ്പോൾ അതിന് വേണ്ടി തേടുന്ന ആള്. ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ഒരവസ്ഥ നമുക്കാർക്കും വരാതെ എൻ്റെ ജ്യേഷ്ഠന്മാരെ പോലെ, അനുജന്മാരെ പോലുള്ള വയസ്സന്മാരോടും രക്ഷിതാക്കളോടും എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരോടും മുഴുവൻ ആളോടും നമുക്കൊരു പക്ഷേ ഇന്ന് രാത്രി തന്നെ കടന്നിട്ട് നാളേക്ക് റബ്ബിൻ്റെ അടുത്തേക്ക് പോകേണ്ടി വന്നാൽ പോകണം. അതല്ലേ എൻ്റെയും നിൻ്റെയും കഥ. ഒരു സെക്കൻഡ് ഈ ഭൂമിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ശാശ്വതമുണ്ടോ? പിന്നെ എന്തിനു വേണ്ടി ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദുന്യ ജീഫ, ഈ ദുനിയാവ് ഒരു ശവമാണ്. ചത്ത് കിടക്കുന്ന പശുവിന്റെ ശവം പോലത്തെ ഒരു ശവമാണ്. ആ ശവത്തിനെ, ഈ ദുനിയാവിനെ തേടുന്നവൻ ഈ ശവത്തിനെ കടിച്ചു വലിക്കുന്ന ദുനിയാവിന്റെ നായ്ക്കളാണെന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ, വേണ്ട, ഈ ശവം അവിടെ തന്നെ നാറിപ്പോട്ടെ, നമ്മ കടിച്ചു വലിക്കാൻ പോണ്ട. ഇത് ശവാണ്, ഈ ദുനിയാവ് ശവാണ്. ഈ ശവത്തിനെ കടിച്ചു വലിക്കാൻ പോണ്ട, അത് ചീഞ്ഞിട്ട് അതിനെ ഒഴുകിയിട്ട് പോട്ടെ, നമ്മൾ അതിന്റെ ബാക്കിൽ പോണ്ട. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, 3 വിധം ഖാദിമാരിൽ 2 വിധം ഖാദിമാരും നരകത്തിൽ. ഒന്ന്, ഇൽമുണ്ടായിട്ട് ഇൽമനുസരിച്ച് വിധിച്ചില്ല, മറ്റാൾക്ക് ഇൽമില്ലാതെ വിധിച്ചു, രണ്ടും പോയി. പിന്നെ ബാക്കി ഒരാൾ, അദ്ദേഹമോ ഇൽമുണ്ട്, വിഷയത്തിൽ പിന്നെയും പിന്നെയും പഠിക്കുന്നു, എന്നിട്ട് ആ ഇൽമു വെച്ചുകൊണ്ട് മാത്രം വിധിക്കുന്നു. അതാർക്ക് നൊമ്പലാകുന്നോ നൊമ്പലാകുന്നില്ലേ, ഒരു വിഷയവുമില്ല, അല്ലാഹുവിലേക്ക് മാത്രം നോക്കി അല്ലാഹുവിനെ പേടിച്ച് വിധിക്കുന്ന ഖാദി, അഖാദി സ്വർഗത്തിലാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി പറഞ്ഞു. ഞാൻ ചുരുക്കട്ടെ, മഹാനായ
സുൽത്താനുൽ ഉലമ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പുനർജന്മമാണ് ഉസ്താദിനുണ്ടായത്. മരിച്ചു തന്നെയാണ്. ബഹുമാനപ്പെട്ടവർ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് ഈ വിവരം കിട്ടുന്നത് ഞാൻ അന്ന് റബീഉൽ അവ്വൽ 12 മദീനയിലെത്താൻ വേണ്ടി ഉംറ പോയ ആ സമയത്ത് തിരിച്ചു വരുമ്പോഴാണ്, 12 കഴിഞ്ഞ് മദീനത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് AP ഉസ്താദിൻ്റെ അസുഖത്തെപ്പറ്റി ആ ബസ്സിലേക്ക് തന്നെ വിവരം എത്തുന്നത്. ദിവസങ്ങൾ കഴിയുമ്പോൾ സീരിയസ് കൂടി. പിന്നെ ചില ആളുകൾ പ്രചരിപ്പിച്ചു മരിച്ചു. പക്ഷേ ബഹുമാനപ്പെട്ടവരുടെ വലിയ നേതൃത്വം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ഇവിടെ ആവശ്യമുണ്ട്. ആ ആവശ്യം ജനങ്ങൾ റബ്ബിനോട് പറഞ്ഞപ്പോൾ ആണ് പെണ്ണ് ചെറുത് വലുത് നോമ്പ് വരെ നേർച്ചയാക്കി. എന്തൊക്കെ നേർച്ചയാക്കി എനിക്ക് പറയാൻ കഴിയില്ല. ആ നിലക്ക് നേർച്ചയാക്കി. മക്കയിൽ അന്നുള്ളവരൊക്കെ ഉംറ നേർച്ചയാക്കി. എന്തെല്ലാം ഖത്മുൽ ഖുർആനും നാരിയത്തു സലാത്തും 4444 സലാത്തും നേർച്ച, ഇങ്ങനെ കണക്കില്ലാത്ത നേർച്ചകൾ. അത് വലിയ വലിയ ഇബാദത്തുകൾ. 3 ദിവസത്തെ നോമ്പ്, ഒരാഴ്ചന്റെ നോമ്പ്, ഉമ്മമാര്. ഇങ്ങനെ ലോകം മുഴുവനും മഹാനായ സുൽത്താനുൽ ഉലമക്ക് വേണ്ടി അല്ലാഹുവിലേക്ക് എല്ലാവരും കൈയുയർത്തി കരഞ്ഞപ്പോൾ മഹാനായ ഉസ്താദ് അവർക്കൽ അല്ലാഹു തആല ഒരു പുനർജന്മം കൊടുത്തു എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല. ആ നിലക്കുള്ള അവസ്ഥയായിരുന്നു. എല്ലാം കൈവിട്ടതാണ്. അവിടെ നിന്ന് ഉസ്താദ് അൽഹംദുലില്ലാഹ് വീണ്ടും അതാ ഉഷാറായി വന്നു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മിസ്ർ, ഈജിപ്തിൽ പോയി. അതിന് മാസം മുമ്പ് മലേഷ്യയിൽ പോയി. സുബ്ഹാനല്ലാഹ്. ഇന്ന് രാവിലെ ഉള്ളാളത്ത് വന്നു, ഉച്ചക്ക് കൂറത്ത് പോയി. വൈകുന്നേരമാകുമ്പോൾ ഇൻഷാ അല്ലാഹ് വെളുത്തങ്കടിയിൽ ഇവിടെ എത്തുന്നു. അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങൾക്കെല്ലാം പോയിട്ട് സങ്കടം പറയാനും ആ സങ്കടത്തിന് പരിഹാരം പറയാനുള്ള വലിയ ശക്തി നീ കൊടുത്തിട്ടുണ്ട് അല്ലാഹ്. അത് നീ കൊടുത്തതാണ്. ആ ശക്തിയോടുകൂടി ആഫിയത്തോടുകൂടി കുറെ കാലം ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണേ അല്ലാഹ്. 92 വർഷമല്ലേ താജുൽ ഉലമ ജീവിച്ചത്? 92 വർഷമല്ലേ നൂറുൽ ഉലമ ഉസ്താദ് ജീവിച്ചത്? അല്ലാഹുവേ അവരെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. ആ ഉസ്താദ് അൽഹംദുലില്ലാഹ് നമ്മുടെ മഹറ്റത്തിന്റെ ഹാദിയായി അല്പസമയം കഴിയുമ്പോൾ ഇവിടെ ബൈഅത്ത് നടക്കും. അല്ലാഹു ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവനും താജുൽ ഉലമന്റെയും ഖുറത്ത് ഉസ്താദ് തങ്ങളുടെയും പിന്നിൽ ഉറച്ചു നിന്ന, ഇപ്പോൾ കൂടെ നേരത്തെ പറഞ്ഞു മഹല്ല് കൂടിയെന്നല്ലേ? 79 നേരത്തെ 67, നേരത്തെ 67 മഹല്ല്, ഇപ്പോ 89 അല്ലേ? അൽഹംദുലില്ലാഹ്. ഇനിയും ഉണ്ടാവും. 89 ആയാലും ഏകദേശം വെളുത്തങ്കട് താലൂക്കിന്റെ ഏകദേശം ആയില്ലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ബാക്കിയുള്ളവർക്കും ഞങ്ങൾ ശരീഅത്തിന്റെ നിയമങ്ങൾ, ഞങ്ങൾ ജമാഅത്ത് കമ്മിറ്റി ശരീഅത്തിന്റെ നിയമം എടുത്ത് അത് ഞങ്ങളെ തലക്ക് വന്നിട്ട് ഞങ്ങളെ ആഖിറം ആഖിറം നഷ്ടപ്പെടുന്നത് വേണ്ട. ഏതെങ്കിലും ആലിമിന് ആ നിലക്കുള്ള അർഹതയുള്ള ബഹുമാനപ്പെട്ട ഒരാളെ ഖാദിയാക്കി ഞങ്ങളെ ആഖിറം രക്ഷപ്പെടുത്താൻ എല്ലാ മഹല്ലുകൾക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളെ നേതാക്കന്മാരൊക്കെ വന്നുകൊണ്ടേയുണ്ട്. ബഹുമാനപ്പെട്ട കാജൂർ തങ്ങൾ, ഷാഫി സയ്യിദി അടക്കമുള്ള നമ്മളെ നേതാക്കൾ ഇവിടെ വന്നുകൊണ്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട സാദാത്ത് തങ്ങളടക്കം എല്ലാവരുടെയും നസീഹത്തുകൾ ഉണ്ടാകും. ബാക്കിയുള്ള എല്ലാ മഹല്ലുകൾക്കും അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ. അങ്ങനെ ഇതൊരു പാർട്ടി വൈസോ ഒരു ഗ്രൂപ്പ് വൈസോ പേരെങ്കിലും അല്ല. ഇത് നമ്മളെ തലയിൽ വരുന്ന ദീനിന്റെ ജവാബ്ദാരികൾ ഒരു ഉലമാഇന്റെ, ഒരു ഖാദിന്റെ
നേതൃത്വത്തിൽ ഏൽപ്പിച്ചു. ഇതെന്തു നമ്മളെ മഹല്ലത്തിൽ ശരീഅത്തിന്റെ കാര്യം മുഴുവനും അള്ളാഹു ആ ഖാദിയോടാണ് ചോദിക്കുന്നത്. നമ്മളിൽ ആരോടും ചോദിക്കില്ല. നിങ്ങൾ സലാമത്തായി. ഈ ഖാദി ഇല്ലാത്ത ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടായിരുന്നു. ഒരു ഖാദി ഒരലോട് കൂടി ഇങ്ങനെ രക്ഷപ്പെട്ട്, ഖത്തീബ് ഉസ്താദ്മാർ രക്ഷപ്പെട്ടില്ലേ? മാഷാ അല്ലാഹ് രക്ഷപ്പെട്ട്. ജമാഅത്ത് കമ്മിറ്റിക്കാർ രക്ഷപ്പെട്ടു. ആഡൽത്തെ കമ്മിറ്റി രക്ഷപ്പെട്ടു. അല്ലാതെ കാലത്തോളം ദീനിന്റെ പ്രശ്നം വരുമ്പോ ഇത് കളിക്കേണ്ട താമസമല്ല. ഇത് ദീനാണ്. ദീൻ അറിയണമെങ്കിൽ കുറെ പണിയുണ്ട്. നിങ്ങൾ വിചാരിച്ച പോലെ നക്കല കൊന്ത് അങ്ങനെ കൊന്തുള്ള സാമാനല്ല ഇത്. ഇത് ദീൻ അള്ളാഹുവിന്റെ ദീനാണ്. അള്ളാന്റെ ദീൻ ഇവിടെ പഠിപ്പിക്കാൻ അള്ളാഹ് അയച്ചത് അമ്പിയാ മുർസലികളെയാണ്. അവരെ എത്ര വലിയ പോസ്റ്റിൽ ആക്കിയിട്ടാണ് അള്ളാഹ് അയച്ചത്. നക്കം കൊന്തുണ്ട്. എന്തിനു കൊന്തുള്ളത്? ഈ കേസി റോഡ് എനിക്കെന്ത് കൊന്തുണ്ടാ? കൊന്തില്ല, ഒരു മണ്ണും കൊന്തില്ല. എന്റെ ആരെങ്കിലും ഒരു വിഷയം ചോദിച്ചാൽ ഞാൻ ഉടനെ ബഹുമാനപ്പെട്ട താജുൽ ഫുഖാ ബേക്കൽ ഉസ്താദ് ചോദിച്ചിരുന്നു. ഞാൻ പറയില്ല. എനിക്ക് അത്ര പിരാന്തൊന്നും ഇല്ല, പറയില്ല. അപ്പൊ ഇവര് പറയും കേസി റോഡ് അത് ഫത്വയിൽ മീനിലുണ്ടല്ലേ, നിങ്ങൾക്ക് നോക്കിയും കാണുമല്ലേ? ഞാൻ നോക്കിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ അപ്പുറം എനക്കറിയുന്നില്ലല്ലേ. ഫത്വയിൽ മീലിന്റെ അപ്പുറം ഉണ്ടല്ലോ, അതെനക്ക് അറിയുന്നില്ല. അപ്പൊ ഇവർ ചിരിക്കും. അപ്പൊ ചിരിച്ചിട്ട് പറഞ്ഞു അതെന്നെ അത് മീത്ത ബലി കിതാവിൽ ചെറിയ മസാല അങ്ങനെ തന്നെ ഉള്ളു. ഒരു മൊയിലാറ് പറഞ്ഞു പോലും കോഴി ഉദിയത്തറുത്ത് കൊടുക്കാന്ന്. കോഴി ഒരു മൊയിലാറ് തന്നെ എല്ലാ ഹലാക്കും ഞങ്ങ തന്നെ ആക്കുന്നു, എല്ലാ നല്ലതും ആക്കണം ഞങ്ങ തന്നെ, എല്ലാ ബടക്കുവാക്കണം ഞങ്ങ തന്നെ. ബേറാക്കിയുണ്ട് പൊരുത്തപ്പെടണേ. സകല ബടക്കുവാക്കണം ഞങ്ങ തന്നെ, സകല നല്ലതാക്കണം ഞങ്ങ തന്നെ. ഷിറാറുൽ ഖൽഖ് അല്ലേ, ഖിയാറുൽ ഖൽഖ് ഖിയാറുൽ ഉലമാ, ഷിറാറുൽ ഖൽഖ് ഷിറാറുൽ ഉലമാ. ഈ ഭൂമി ലോകത്ത് ഏറ്റവും ഖൈറായവർ ഖൈറായ ഉലമാക്കൾ. ഈ ഭൂമി ലോകത്ത് ഏറ്റവും ഷർറായവർ ഷർറായ ഉലമാക്കൾ. ഇത് രണ്ടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ വക പറയല്ല. എന്നെ പറഞ്ഞ പോലെ പോകുമ്പോൾ കൂടി പിടിച്ചു നോക്കൂ. കാണിക്ക് നീ പറഞ്ഞിട്ട് ഇടയ്ക്ക് പോന്ന് പറയും. വിടൂല. ഇത്ര ആലിമ്യങ്ങളുണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞു വന്നത് സുബ്ഹാനല്ലാഹ്. എന്താ പറഞ്ഞത്? എനക്കെന്നെ പറഞ്ഞു കോഴി ഉദിയത്തറുത്ത് കൊടുക്കാന്ന്. കണക്കത് കേട്ടപ്പോൾ അടുത്ത ജമാഅത്തിന്റെ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ഹാജി എന്നിട്ട് ഒരാൾ വിളിച്ചിട്ട് പറയാണ്, ഇടത്തല്ല കേട്ടോ, നിങ്ങൾ അബ്ദുറഹ്മാൻ ഹാജി സംശയിച്ചണ്ട. അപ്പൊ ഞാനും ഇങ്ങനെ നെട്ടിപ്പോയി. കോയിന്റെ ഉദിയത്താണ് എളുപ്പത്തിന്റെ പണിയല്ലേ കോയിന്റെ ഉദിയത്ത്. അപ്പൊ ഞാൻ ചോദിച്ചു, ആചാര്യ നിങ്ങൾ ബാലിൽ ഉണ്ടായിന? നന്റെ മുമ്പിലേ പ്രസംഗിച്ചത് എന്ന് മാത്രമല്ല, അയാൾ പറഞ്ഞ പോലെ കോഴി ഉദിയത്തറുത്ത് കൊടുക്കാൻ അതിനെ ആലിമ്യങ്ങൾ പറയുന്നില്ല, ആലിമ്യങ്ങൾ മറച്ചു വെക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇയാള് മരക്കച്ചവടാക്കുന്ന ആളാ? ആലിമ്യങ്ങളെല്ലാം പറയുന്നില്ല, നമുക്ക് ഇവനാരാ? ഇരിക്കട്ടെ. ഞാൻ അത്ഭുതപ്പെട്ടു. ഉടനെ ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദിനെ വിളിച്ചു. ബേക്കൽ ഉസ്താദ് പറഞ്ഞു, എന്നിന്റെ കേസിലൂടെ ചോദിക്കുന്നത്? അല്ലോ സാർ, ഒരു മൊയിലാർ പറഞ്ഞല്ലേ ഖത്തീബ് കോഴി ഉദിയത്തറുത്ത് കൊടുക്കാം, അത് പറയാത്തത് മൊയിലാക്കന്മാർ മറച്ചു വെക്കുന്നത്. ജമാഅത്തിന്റെ പ്രസിഡന്റ് ചോദിച്ചു, ഞാൻ എന്ത് പറയണോ സാർ ചോദിച്ചു. പുറത്ത് പറയാൻ പറ്റില്ല. മൈക്കിൽ പറയാൻ പേടിയാണ്. ഷാഫിദാനിക്കറിയാം, ഇത് പറഞ്ഞാൽ അപ്പൊ തന്നെ വന്നിട്ട് അകപ്പാട് മുസീബത്താവും. മരിച്ചുപോയ ഉസ്താദിന്റെ പേരിൽ കേസാക്കണ്ട. എന്നോട് പറഞ്ഞു ഓനെ കൊല്ലണം. ഞാൻ പറഞ്ഞു കൊല്ലുന്നത് പിന്നെ ആക്കാം സാർ, കൊല്ലുന്നത് പിന്നെ ജോക്ക് എന്തെങ്കിലും ആക്കാം സാർ, ഇപ്പൊ മസാല വേണം. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഇജ്മാഇനെ പൊളിക്കുന്നവൻ ഹർഖുൽ ഇജ്മാ, അത് അവനെ കൊല്ലൽ നിർബന്ധമാണ്. അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇമാം തുർമുദിന്റെ ഒരു ഹദീസും കൂടി ഓദീന് പോലും അയാൾ എന്ന് പറഞ്ഞു. അപ്പൊ ബേക്കൽ ഉസ്താദ് പറഞ്ഞു, ഇമാം തുർമുദിന്റെ ഹദീസ് ഇതാ. ഉടനെ മറിച്ചു. എന്നിട്ട് അതിന്റെ ശറഈ തുഹഫത്തുൽ അവദ് അല്ലേ, അതെടുത്തു. അതും കൂടി എടുത്തിട്ട് വായിച്ചിട്ട് പറഞ്ഞു, പെന്നുണ്ട കേസിലൂടെ ഉണ്ട്, പെന്നുണ്ട് ഉസ്താദ്, ഞാൻ പറയുന്ന എഴുതിക്കോളി. അങ്ങനെ മൂപ്പർ പറഞ്ഞു തന്നു, എഴുതി. ഞാൻ ആചാർക്ക് വിളിച്ചു. ഒരാഴ്ച കൊണ്ട് ആ മൊയിലാറ് ആടുന്ന് കലാസ്. അയാൾ സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞതാ. നോക്കുമ്പോൾ ഉള്ള സീറ്റ് കലാസ്. അള്ളാന്റെ ദീനോട് കളിച്ചാൽ എടാ നിന്റെ സീറ്റ് ഉണ്ടാവൂല, നീ ഉണ്ടാവൂല. ദീനോട് കളി
കളിച്ചത് ആലിമാവട്ടെ, എവൻ കളിച്ചാലും അവന്റെ കളി അവസാനത്തെ കളിയായിരിക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ദീൻ എത്രയോ പഠിക്കാനുണ്ട്. പുതിയതൊന്നും ആലിമീങ്ങൾ പെട്ടെന്ന് ആരോടും പറയരുത്. പിന്നെയും ചോദിച്ച് അൽ ആഖിലു ഫൽ ആഖിലു യതഫക്കറു സുമ്മ യതഫക്കറു സുമ്മ യതഫക്കറു സുമ്മ യതകല്ലമു. ഇതാണ് ആഖിൽ. ആദ്യം പറഞ്ഞ് പിന്നെ ചിന്തിക്കുന്നു. ഞാൻ പറഞ്ഞു തപ്പായി പോയാ, അതല്ല, പിന്നെയും ചിന്തിക്കുക. നാളെ പറയാൻ വെക്ക, നാളെ പറഞ്ഞാൽ നീ എന്താവൂല. ആ മസാല നാളെ പറയാൻ വെക്കൂ. നാളേക്ക് ശരിയായിട്ട മറ്റന്നാൾ പറയാൻ വെക്കൂ. ഒന്നും എന്തെങ്കിലും പറയാൻ നിൽക്കണ്ട, തിരക്കാക്കണ്ട. ഇങ്ങനെ ദീൻ അള്ളാഹുവിൻ്റെതാണ്. ആ ദീനിൽ നമ്മൾ ആരും തോന്നിയ പോലെ കൈകാര്യം ചെയ്യരുത്. അതിനാണ് മഹാനായ സുൽത്താനുൽ ഉലമാ ഉസ്താദിനെ നമ്മൾ ഖാദിയായി ബൈഅത്ത് ചെയ്യുന്നത്. അള്ളാഹു നമുക്ക് ആ നേതൃത്വം നിലനിർത്തി തരട്ടെ. അള്ളാഹുവിൻ്റെ ദീനിന് അവൻ്റെ പൊരുത്തപ്പെട്ട നിലക്ക് ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു ആലിമീങ്ങൾക്കും നാം ഏറ്റവും ആദരിക്കുന്ന അവരുടെ കാലിൻ്റെ അടിയിൽ നമ്മൾ നിൽക്കുന്ന സാദാത്യങ്ങൾ അല്ലേ. താജുൽ ഉലമ എന്നോട് പറഞ്ഞു, ആലിമൊന്നുമല്ല, വെറും ഒരു നാടനായ തങ്ങള്, ഒരു പീടിയിൽ കച്ചവടാക്കുന്ന ഒരു നാടൻ തങ്ങള്, മൊയിലാരൊന്നുമല്ല. ആ തങ്ങളെയും കൂടി തങ്ങൾ നിനക്ക് ബഹുമാനിച്ചോളണം, അല്ലെങ്കിൽ നിന്റെ ആഫീസ് പൂട്ടും, നീ ഒന്നും അല്ലാണ്ടാവും. നീ വലിയ കാദിയോ വലിയ ആലിമായിട്ട് വരുന്ന തങ്ങന്മാരെ മാത്രം ബഹുമാനിച്ചാൽ പറ്റോ എന്നാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചത്. മുഴുവൻ സാദാത്യങ്ങളെയും തഹ്തിലാണ് നമ്മൾ. മുഴുവൻ സാദാത്യങ്ങളെ തഹ്തിലാണ്. എത്ര വലിയ ആലിമായിട്ട് വിലായത്തിന്റെ മർത്തബ എത്തിയാലും ഒരു സയ്യിദിന്റെ സ്ഥാനത്തേക്ക് എത്താൻ കഴിയുന്നില്ല. ആ ചോരന്റെ ബന്ധം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ്. ആ നിലയ്ക്ക് എല്ലാവരെയും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ച് ദീനിന്റെ ഉത്തരവാദിത്തങ്ങൾ അതിന്റെ ഹക്ക് പോലെ നിർവഹിച്ച് നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ഉലമാക്കളെയും സംഘടനകളെയും അനുസരിച്ചുകൊണ്ട് ഭൗതികമായ ലാഭത്തിന് വേണ്ടി ഒന്നും പറയാതെ ചെയ്യാതെ എല്ലാം അള്ളാഹുവിന് വേണ്ടി മാത്രമായി പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. ഈ നാട്ടിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ ഐക്യം അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാകട്ടെ. താജുൽ ഉലമയും ഖുറദ് സാദാത്തുകളുടെയും പൊരുത്തവും തണലും അള്ളാഹു നമ്മുടെ നാട്ടിന്റെ മഹല്ലിന് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, സന്ദേശ പ്രസംഗം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ദുആ ഇറക്കണമെന്ന് വസിയ്യത്ത് ചെയ്തു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.